ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മുടിയുടെ പാക്കുകൾ, അതേപോലെ തന്നെ നര വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നും മുടിയുടെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. മുടിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിങ്ങളുടെ മുടി വളരും, അതേപോലെ തന്നെ അതിൻ്റെ ഇരട്ടി കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി മുടക്കരുത്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സെറ്റപ്പായിട്ട് വരിക ചെയ്യണത്. തലമുടിക്ക് മാത്രമല്ല, നമ്മുടെ ബോഡി മൊത്തം നല്ലൊരു ക്ലിയർ ആയിട്ട് വരും. നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് ചുളിവുകൾ വരാതൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ ഒരു 3 ലിറ്ററോളം വെള്ളം ചുരുങ്ങിയത് കഴിച്ചിരിക്കണം. അത് മസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് മുടി ഡ്രൈ ആവാണ്ട്, അതായത് തലയോട്ടി ഡ്രൈ ആവാണ്ട് നമ്മൾ നോക്കണം. നമുക്ക് ഓൾറെഡി നമുക്കൊരു ഓയിൽ നമ്മുടെ തലയോട്ടിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഇല്ലാതെ ആക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഹീറ്റ് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ. നമ്മൾ മുടി ഉണക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ഡ്രയർ ഉപയോഗിക്കുക. അത് വളരെയധികം നിങ്ങൾ സാധാരണ അത് ഫാനിൻ്റെ ചുവട്ടിലിട്ട് ഉണങ്ങിയാലും നല്ലതാണ്. പിന്നെ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ചൂടാവി കൊടുക്കുന്നത് മുടിക്ക് അത്ര നല്ലതല്ല കേട്ടോ. നമ്മുടെ ആ കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, കംപ്ലീറ്റ് പോയി കിട്ടും. നമ്മുടെ ആ മുടീൻ്റെ റൂട്ട് പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടും. നിങ്ങൾക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാവും. പക്ഷേ നമ്മുടെ റൂട്ടിന് വളരെയധികം ഡാമേജ് വന്നുകൊണ്ടിരിക്കും. പറഞ്ഞു കേട്ടില്ലേ, ചില ഇതൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്നാൽ ഉള്ള മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയെന്ന് ഈ ഹീറ്റ് കൊടുക്കണോണ്ടാണ്. ഇപ്പം നമ്മൾ പുറത്ത് പോയിട്ട് പാർലറൊക്കെ പോയിട്ട് ഹെന്ന ചെയ്യണവരുണ്ടായിരിക്കും. ഇനി മേലൊക്കെ ശ്രദ്ധിക്കുക, ഹെന്ന ചെയ്യുമ്പോൾ മറ്റേ നോർമലിട്ടിട്ട്, അതായത് ഹീറ്റ് കൊടുക്കാതെ സാധാ കാറ്റിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് അവർ ചെയ്യുകയാണെങ്കിൽ തന്നെ പറയും, ഞങ്ങൾക്ക് ചൂട് വേണ്ട. മൊത്തത്തിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. വീട്ടിൽ ചെയ്യാൻ നേരമില്ലാത്തവർ പൈസ കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് നിങ്ങളുടെ തലയിലേക്ക് ചൂട് വേണ്ട, ഉറപ്പിച്ചങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. എളുപ്പത്തിനാണ് ഈ ചൂട് കൊടുത്തിട്ട് മുടീനെ വേഗം ഉണക്കിയെടുക്കുന്നത്. അല്ലാതെ അവിടെ 5 മിനിറ്റ് എടുക്കുന്നത് ഒരു 10 മിനിറ്റ് നേരം സമയം എടുത്താലും നിങ്ങളത് പറയുക, ഞങ്ങൾക്ക് ചൂടാവി ഞങ്ങളുടെ തലയിലേക്ക് വേണ്ട എന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ ഓക്കെ ആയി. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം ഇലക്കറികൾ നമ്മൾ കഴിക്കണം. ഇലക്കറികൾ മാത്രമല്ല, സീഡ്സുകൾ, ഉണക്കമുന്തിരിയൊക്കെ വളരെ നല്ലതാണ് മുടിക്ക്. അതേപോലെ തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇലയൊക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മുരിങ്ങയുടെ ഇലയൊക്കെ ഇപ്പോൾ മഴക്കാലത്ത് കഴിക്കാൻ ഞാൻ പറയണില്ല. അല്ലെങ്കിൽ നമ്മളൊരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അതൊരു തോരൻ വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലാനുകളൊക്കെ എടുക്കില്ലേ. അതായത് ഫുഡിൽ കൺട്രോളിങ്ങൊക്കെ വരുത്തുക. സാധാരണ കഴിച്ചിരുന്നേന്ന് വിട്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മുടീനെ ഫസ്റ്റ് ബാധിക്കും. അതായത് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോട്ടീൻസ് അത് ഇല്ലാതെ ആവുമ്പോൾ നിങ്ങൾക്ക് അത് മുടീനെയാണ് ബാധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മുടിക്ക് കരുതൽ കൊടുക്കണ കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ നോക്കട്ടെ. നമ്മൾ വണ്ണം കുറയണനുസരിച്ച് നമ്മുടെ മുടി കൂടി പോയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യണതിൻ്റെ ഒരു ഗുണമില്ല. ഇപ്പോഴത്തെ ശരീരം കുറയാന്നല്ലാതെ നമ്മൾ കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നനഞ്ഞ മുടി ചീകരുത്. അത് പണ്ട് മുതലേ നമ്മുടെ കാരണന്മാർ പറയും ഇല്ലേ. ചിലവർക്കുണ്ട് ഈ തോർത്തും കൊണ്ട് വെച്ചിട്ട് ഈ അടിക്കണൊരു സ്വഭാവം. അതേപോലെ തന്നെ ഈ നനഞ്ഞത് അങ്ങോട്ട് വന്നിട്ട് കയ്യോടെ ഇങ്ങനെ ഈരി പതിച്ച് ഇടണ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് പരമാവധി ഒഴിവാക്കുക, ചെയ്യരുത്. ഇതൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ തലവണയുടെ കവറൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയോട്ടീനെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. താളികളൊക്കെ ഉപയോഗിച്ച് ക്ലീനാക്കി എടുക്കുക. സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ തന്നെ അതിൽ മൈല്യൂട്ടായിട്ടുള്ള ഷാമ്പു, ബേബി ഷാമ്പു ഉപയോഗിക്കുന്നതാണ് ഞാൻ പറയുള്ളൂ. അതന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ
നമ്മൾ എളുപ്പപ്പണിക്കുള്ള പെട്ടെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ടൊരു തോർത്ത് വേണേ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഉപയോഗിക്കുന്ന തോർത്ത് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ തലയിൽ താരമുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരമില്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ തലയിലോട്ട് വരും. അരിയത്ത് കിടന്നാൽ പോലും തലയിലേക്ക് താരം വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് താരനൊക്കെ വന്നിട്ട് പോവാതിരിക്കുക അത്രയും നമ്മളിവിടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവാതിരിക്കണമെങ്കിൽ മാത്രമാണ് നമ്മളൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കുക. അവർ പറയണ രീതിയിലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അവർ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാൻ പറയും. അത് അവരുടെ നിർദ്ദേശപ്രകാരം എന്താണ് നമ്മുടെ താരനുള്ള കാരണം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളത് ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തലയ്ക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് കേട്ടോ. മുടി നമ്മുടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മുടിയെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏത് പ്രായത്തിൽ നമ്മുടെ മുടീനെ വളർത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞു എൻ്റെ ഒരു സമയം കഴിഞ്ഞ് എനിക്കിനി മുടി ഉണ്ടാവില്ല, സൗന്ദര്യം ഉണ്ടാവില്ല, എൻ്റെ സ്കിന്ന് ശരിയാവില്ല എന്ന് അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ലക്ഷ്യം നേടണവരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മുടിയൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേക്ക് കൈ വെറുതെ ഇരിക്കില്ലേ, അപ്പോൾ ഒന്ന് മസാജൊക്കെ ഒന്ന് കൊടുക്കുക. നമ്മുടെ തലോട്ടിയിൽ ഇതേപോലെയൊക്കെ ഒരു കാലത്ത് എണീറ്റ് വരുമ്പോഴൊക്കെ ഒരു മസാജ് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കിടക്കണ നേരത്ത് ഒന്ന് കീഴ്പട്ടേക്ക് മുടി കീറിയിട്ട് ആ ചടയൊക്കെ കളഞ്ഞ് ഒന്ന് മടഞ്ഞിട്ട് കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ് പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ള നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ പറ്റുന്ന വെച്ചാൽ ആഴ്ചയിൽ കൊടുക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മുട്ടയുടെ വെള്ളം കൂട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾ ഇടണം. അത് ഒരു ജലദോഷം വരത്തില്ല. മുട്ടയുടെ വെള്ളയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും നിങ്ങൾ വരില്ല. അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളത് ഇടാതിരിക്കണ്ട. അങ്ങനെ ഇങ്ങനെ പേടിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള മുടിയുമ്പിലും എല്ലായിടത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നല്ലൊരു മസാജൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ സെറ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ മുടി വളരില്ല എന്നൊന്നും പേടിക്കേണ്ട, മുടി വളരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇതേപോലെയൊക്കെ അത് ചെയ്ത് നോക്കുക. വെള്ളം കൂടി നിങ്ങൾ മുടക്കാൻ നിൽക്കണ്ട, വെള്ളം മസ്റ്റായിട്ട് കുടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, വേറെ ടിപ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ. ഇത് ശരിയാക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാനായിട്ട് പലരും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വൈകിട്ട് ഒരു 5 മണിയുടെ ഉള്ളിലാണ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരിക. അത് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.